ജാർഖണ്ഡിലെ ജംഷഡ്പൂരിൽ കന്യാസ്ത്രീകൾക്ക് നേരെ സംഘപരിവാർ പ്രകോപനം. കന്യാസ്ത്രീകളെയും കൂടെയുണ്ടായിരുന്ന 19 കുട്ടികളെയും റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞുവച്ചു. മതപരിവർത്തനം ആരോപിച്ചാണ് VHP ബജ്രംഗ് ദൾ പ്രവർത്തകർ കന്യാസ്ത്രീകളെ തടഞ്ഞത്. നോബൽ മാരിക്കാരൻ ചേരുന്നു. നോബൽ, പിന്നീട് ഇവരെ വിട്ടയച്ചു, പോലീസ് ഇടപെട്ട എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അപ്പോഴും ഈ പ്രകോപനത്തിന് ഒരു കുറവുമില്ല. എന്ത് കാര്യം പറഞ്ഞുകൊണ്ടാണ് തടഞ്ഞു വെച്ചത്? വിനീത, ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലും ഇപ്പോൾ മതപരിവർത്തനം ആരോപിച്ചുകൊണ്ടാണ് കന്യാസ്ത്രീകളെയും ഒപ്പം കുട്ടികളെയും തടഞ്ഞുവെച്ച സാഹചര്യം ഉണ്ടായത്. ജംഷഡ്പൂരിലെ ടറ്റാനഗർ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലെ 4 നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ഈ സംഭവം വെള്ളിയാഴ്ച വൈകിട്ട് ഉണ്ടാകുന്നത്. ഒരു കന്യാസ്ത്രീ, അതോടൊപ്പം തന്നെ 19 കുട്ടികൾ, 2 സന്നദ്ധ പ്രവർത്തകർ അടക്കമാണ് ഇവർ ആ സ്റ്റേഷനിൽ എത്തിയത്. ഒരു നൈപുണ്യ വികസന പദ്ധതിയിൽ പങ്കെടുക്കാൻ വേണ്ടി കുട്ടികളുമായി പോവുകയായിരുന്നു. ഈ ഘട്ടത്തിൽ VHP അതോടൊപ്പം ബജ്രംഗ് ദൾ പ്രവർത്തകർ അവിടെ എത്തുകയും മതപരിവർത്തനത്തിന് കുട്ടികളെ കൊണ്ടുപോവുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഇവരെ തടഞ്ഞു വെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് RPF, റെയിൽവേ പ്രൊട്ടക്ഷൻ പോലീസ് അടക്കം എത്തിക്കൊണ്ട് ഇവരെ അവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തു. ഏറെക്കുറെ പുലർച്ചെ 3 മണിവരെ ഈ കന്യാസ്ത്രീക്കും ഒപ്പം കുട്ടികൾക്കും സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ ഈ കുട്ടികളുടെ, പ്രത്യേകിച്ച് 19 കുട്ടികളായിരുന്നു ഉണ്ടായതിൽ 12 കുട്ടികൾ മാത്രമാണ് ഈ പരിപാടിക്ക് പോകാൻ ആദ്യം രജിസ്റ്റർ ചെയ്തത്. ബാക്കിയുള്ളവർക്ക് കൃത്യമായ മാതാപിതാക്കളുടെ കത്തോ അല്ലെങ്കിൽ ആധാറോ ഒന്നുമില്ലായിരുന്നു. ഇതാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത് പുലർച്ചെ വരെ സ്റ്റേഷനിൽ കന്യാസ്ത്രീക്കും അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്കും ഇരിക്കേണ്ടി വന്നു. പിന്നീട് സഭയുടെ ഭാഗത്തുനിന്നടക്കം ആളുകൾ എത്തിക്കൊണ്ട് ചർച്ചകൾ നടത്തി. ഈ പ്രശ്നം ഇതല്ല, ഇത്തരത്തിൽ മതപരിവർത്തനത്തിന് പോവുകയല്ല, ഒരു നൈപുണ്യ വികസന പദ്ധതിയിൽ അതുമായി ബന്ധപ്പെട്ട പരിശീലനത്തിൽ കൊണ്ടുപോവുകയാണ് കുട്ടികളെ എന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് എന്താണെങ്കിലും ബജ്രംഗ് ദൾ പ്രവർത്തകർ അടക്കം പിന്മാറിയത് എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ അവിടുത്തെ ബജ്രംഗ് ദൾ പ്രവർത്തകർ ഇട്ടതിന് പിന്നാലെയാണ് കൂടുതൽ ആളുകൾ ഈ ജംഷഡ്പൂരിലെ ടറ്റാനഗർ എന്ന് പറയുന്ന ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയും അത്തരത്തിൽ അവിടെ വലിയ രീതിയിലുള്ള സംഘർഷ സാഹചര്യം ഉണ്ടാക്കുകയൊക്കെ ചെയ്തത് എന്നാണ് വിവരം ഉള്ളത്. എന്താണെങ്കിൽ നേരത്തെ ഛത്തീസ്ഗഡിൽ നമുക്കറിയാം 2 കന്യാസ്ത്രീമാരെ സമാനമായി തന്നെ ബജ്രംഗ് ദൾ പ്രവർത്തകർ തടഞ്ഞു വെക്കുകയും പിന്നീട് അവരെ ജയിലിലേക്ക് വിടുവിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അതിലൊക്കെ വലിയ അതൃപ്തി CBC അടക്കമുള്ള ക്രൈസ്തവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടനകളൊക്കെ ഉന്നയിക്കുകയും ചെയ്തതാണ്. അതിനുശേഷവും ഇത്തരത്തിൽ ജാർഖണ്ഡ് പോലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ കന്യാസ്ത്രീകൾക്ക് എതിരായ അതിക്രമങ്ങൾ തുടരുന്നു എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ടുകൾ. വിനീത, ശരി, ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ തന്നെയാണ് നോബൽ മാരിക്കാരൻ പങ്കുവയ്ക്കുന്നത്.